തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകൾ 2001 ഒക്ടോബർ 31 തമിഴ്നാട് സർക്കാരിൻ്റെ 2 ഫോറസ്റ്റ് ഗാർഡുകളായ മുരുകേശനും രാമനും കൊടൈക്കനാലിനടുത്തുള്ള വനമേഖലയിൽ പതിവ് പെട്രോളിംഗ് നടത്തുകയായിരുന്നു. വനമേഖല ആയതിനാൽ തന്നെ സാധാരണഗതിയിൽ മൃഗങ്ങളുടെ നീക്കങ്ങളും കാട്ടിലെ വിശേഷങ്ങളും നോട്ട് ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്രധാന ജോലി. പക്ഷേ അന്നവർ കണ്ട കാഴ്ച തികച്ചും വ്യത്യസ്തവും ഭയാനകവുമായിരുന്നു. മലനിരകൾക്ക് താഴെയായി ആ കാടിൻ്റെ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹം. കണ്ടാൽ ആ പ്രദേശത്തുകാരനല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന വേഷവിധാനം. ആരാണ് അയാൾ? എങ്ങനെയാണ് അയാൾ ആ കൊടും കാട്ടിൽ എത്തപ്പെട്ടത്? എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത്? പോലീസ് സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. അതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല, കഴുത്ത് നെരിച്ചൊരു കൊലപാതകമായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ചെന്നെത്തിയത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ കോടീശ്വരനായ ഒരു മനുഷ്യനിലേക്കായിരുന്നു. തമിഴ്നാട്ടുകാർ സ്നേഹത്തോടെ ദോശരാജാവ് അല്ലെങ്കിൽ ദോശ കിങ് എന്ന് വിളിച്ചിരുന്ന ലോകമെമ്പാടും ശൃംഖലകളുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് ശൃംഖലകളിൽ ഒന്നായ ശരവണ ഭവൻ്റെ ഉടമ പി രാജഗോപാലിലേക്കായിരുന്നു. പണവും അധികാരവും ലക്ഷക്കണക്കിന് ആളുകളുടെ ബഹുമാനവുമുള്ള ഇത്രയേറെ ആദരിക്കപ്പെടുന്ന രാജഗോപാൽ എങ്ങനെയാണ് കൊടൈക്കനാലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആ മൃതദേഹവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നത്? ഈ കഥ വെറുമൊരു കൊലപാതകത്തിൻ്റെ മാത്രമല്ല, അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ക്രൂരമായ മുഖം കൂടിയാണ്. നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിലൂടെ പരിശോധിക്കുന്നത് ലോകമറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റ് ശൃംഖലയായ ശരവണ ഭവൻ്റെ ഉടമ പി രാജഗോപാൽ നടത്തിയ അന്ധവിശ്വാസത്തിൻ്റെയും പ്രണയത്തിൻ്റെയും തുടർന്ന് നടന്ന ഒരു കൊലപാതകത്തിൻ്റെയും കഥയാണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് ഈ കഥ ശരവണ ഭവൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ പി രാജഗോപാലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും 10 ദിവസങ്ങൾക്ക് മുമ്പ് 1947 ഓഗസ്റ്റ് 5 തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ പുന്നേടി എന്ന ചെറിയ ഗ്രാമത്തിലാണ് പിച്ചൈ രാജഗോപാൽ ജനിക്കുന്നത്. നാടാർ സമുദായത്തിൽപ്പെട്ട കഠിനാധ്വാനികളായ ഒരു കുടുംബം. പണ്ട് കള്ളുചെത്തൽ തൊഴിലാളിയായിരുന്ന അവൻ്റെ അച്ഛൻ പിന്നീട് ഉള്ളിക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞ കാലഘട്ടമായിരുന്നു അത്. രാജഗോപാലിൻ്റെ കുടുംബം ദരിദ്രരായിരുന്നു. അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം സ്കൂൾ പഠനം ഉപേക്ഷിച്ചു. ചെറിയ ജോലികൾ ചെയ്ത് ഒടുവിൽ 1968 തൻ്റെ 21ാമത്തെ വയസ്സിൽ ചെന്നൈയിലെ കോടാമ്പക്കത്ത് KK നഗറിൽ ഒരു ചെറിയ പലചരക്ക് കട തുടങ്ങി. ചെറുപ്പം മുതൽക്കേ ജ്യോതിഷത്തിൽ ഗാഢമായ വിശ്വാസമുണ്ടായിരുന്ന രാജഗോപാൽ തികഞ്ഞ മുരുക ഭക്തനായിരുന്നു. താൻ ആരാധിക്കുന്ന മുരുകൻ എന്ന ദൈവത്തിൻ്റെ പേര് കടയ്ക്ക് നൽകി, മുരുകൻ സ്റ്റോർ. ക്വാളിറ്റി അഥവാ ഗുണനിലവാരമുള്ള സാധനങ്ങൾ വാങ്ങാൻ മുരുകൻ സ്റ്റോറിൽ തന്നെ വരണം എന്നതായിരുന്നു ആ കടയുടെ ക്യാപ്ഷൻ. അങ്ങനെയിരിക്കെ 1972 തൻ്റെ 25ാമത്തെ വയസ്സിൽ രാജഗോപാൽ തൻ്റെ ആദ്യത്തെ ഭാര്യയായ വള്ളിയെ വിവാഹം കഴിച്ചു. ഒരു സാധാ പലചരക്ക് കടക്കാരൻ എന്ന നിലയിൽ ജീവിച്ചു പോരവേ ഒരു ദിവസം അദ്ദേഹം തൻ്റെ കടയിലിരിക്കുമ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ നിന്നും 5 കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്യണം എന്നായിരുന്നു ആ വാക്കുകൾ. ഇത് കേട്ട രാജഗോപാലിന് ഒരു ആശയം തോന്നി. എന്തുകൊണ്ട് ഇവിടെ വൃത്തിയും രുചിയുമുള്ള ഭക്ഷണം നൽകുന്ന ഒരു ഹോട്ടൽ തുടങ്ങിക്കൂടാ? ഈ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറച്ചത് ഒരു ജ്യോത്സ്യനെ കണ്ടതിന് ശേഷമാണ്. അമിതമായ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്ന രാജഗോപാൽ എന്ത് തീരുമാനമെടുക്കുന്നതും ഒരു ജ്യോത്സ്യനെ കണ്ട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമായിരിക്കും. ജ്യോത്സ്യൻ പറയുന്ന എന്തും അതുപോലെ അനുസരിക്കുകയും ചെയ്യും. തീയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്താൽ നിങ്ങൾ വലിയ വിജയം നേടും എന്നായിരുന്നു ജ്യോത്സ്യൻ്റെ പ്രവചനം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 34ാമത്തെ വയസ്സിൽ 1989 ഡിസംബർ 14 ചെന്നൈയിൽ അദ്ദേഹം ആദ്യത്തെ റെസ്റ്റോറൻറ്റ് തുറന്നു. തൻ്റെ പ്രിയപ്പെട്ട ആരാധന ദൈവമായ മുരുകൻ്റെ തന്നെ മറ്റൊരു പേരായ ശരവണ എന്ന പേര് നൽകി ശരവണ ഭവൻ എന്ന് ആ റെസ്റ്റോറൻറ്റിന് പേരിട്ടു. ആ കാലത്ത് ചെന്നൈയിൽ റെസ്റ്റോറൻറ്റുകൾ കുറവായിരുന്നു.
പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് മോശമായി കണ്ടിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത്. ലാഭമുണ്ടാക്കാൻ കുറഞ്ഞ കൂലിക്ക് ജോലിക്കാരെ വയ്ക്കാനും വില കുറഞ്ഞ പച്ചക്കറികൾ ഉപയോഗിക്കാനും പലരും ഉപദേശിച്ചുവെങ്കിലും രാജഗോപാൽ അത് കേട്ടില്ല. അദ്ദേഹം ഏറ്റവും മികച്ച സാധനങ്ങൾ വാങ്ങി. ജോലിക്കാർക്ക് മാന്യമായ ശമ്പളം നൽകി. സാമ്പാറിലേക്കുള്ള മുളക് ഗുണ്ടൂരിൽ നിന്നും പുളി കർണാടകയിലെ തുംകൂറിൽ നിന്നും വരുത്തി. തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ അമ്മ വച്ചിരുന്ന പഴയ തമിഴ്നാടൻ രുചി നല്ല ക്വാളിറ്റിയിൽ വിളമ്പി. വൃത്തിയും രുചിയുമുള്ള വെജിറ്റേറിയൻ ഭക്ഷണം ആൾക്കാരെ ശരവണ ഭവൻ റെസ്റ്റോറൻറ്റിലേക്ക് ആകർഷിപ്പിച്ചു. ഇതോടെ മിഡിൽ ക്ലാസ്സിലുള്ളവർ മാത്രമല്ല, അപ്പർ ക്ലാസ്സിലുള്ളവരും സിനിമാ മേഖലകളിൽ ഉള്ളവരുടെയും എല്ലാം ഒരു പ്രധാന ഭക്ഷണ സ്പോട്ടായി ശരവണ ഭവൻ റെസ്റ്റോറൻറ്റ് മാറി. പിന്നീട് ശരവണ ഭവൻ റെസ്റ്റോറൻറ്റ് വളർച്ച അതിവേഗമായിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ശരവണ റെസ്റ്റോറൻറ്റുകൾ വ്യാപിച്ചു. ജീവനക്കാരെ അദ്ദേഹം സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് കണ്ടിരുന്നത്. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം, ഇൻഷുറൻസ്, പൊങ്കലിന് വസ്ത്രങ്ങൾ, അങ്ങനെ ആരും നൽകാത്ത ആനുകൂല്യങ്ങൾ നൽകി. അതുകൊണ്ട് തന്നെ ജീവനക്കാർ അദ്ദേഹത്തെ അണ്ണാച്ചി, അതായത് വലിയേട്ടൻ എന്ന് ബഹുമാനത്തോടെ വിളിച്ചു. എല്ലാവരോടും കരുണയും സ്നേഹവും പുലർത്തിയിരുന്ന രാജഗോപാൽ ജീവനക്കാരുടെ ഇടയിൽ കൺകണ്ട ദൈവത്തെ പോലെയായിരുന്നു. പക്ഷേ രാജഗോപാലിനെ ഒരു ദൈവത്തെ പോലെ കണ്ടിരുന്നവർക്ക് ആ രാജഗോപാലിൻ്റെ അമിതമായ വിശ്വാസങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തെ ഒരു കൊലപാതകയാക്കി മാറ്റുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അമിത ഭക്തനായ രാജഗോപാലിനോട് ജോത്സ്യൻ, താങ്കൾ രണ്ടാമത് ഒരു വിവാഹം കൂടി കഴിച്ചാൽ തങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുകയും ബിസിനസ് 10 ഇരട്ടി അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും എന്നൊരു ഉപദേശം നൽകുന്നത്. അങ്ങനെ രാജഗോപാൽ രണ്ടാമത് വിവാഹം കഴിക്കുന്നതിനായി തൻ്റെ റെസ്റ്റോറൻറ്റിലെ ഒരു കുക്കിൻ്റെ ഭാര്യയെ തന്നെ നോട്ടമിട്ടു. അങ്ങനെ തൻ്റെ ജീവനക്കാരനായ കുക്കിന് പണമൊക്കെ നൽകി നിർബന്ധിപ്പിച്ച് വിവാഹമോചനം നടത്തിച്ച ശേഷം അയാളുടെ ഭാര്യയായിരുന്ന കൃതികയെ 1994 രാജഗോപാൽ രണ്ടാമത് വിവാഹം കഴിക്കുന്നു. അവൾക്കായി രാജഗോപാൽ ആഡംബര വീട് പണിത് നൽകുകയും സുഖ സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്തു. ജോത്സ്യൻ്റെ നിർദ്ദേശങ്ങൾ ഫലിച്ചതോ രാജഗോപാലിൻ്റെ വിശ്വാസങ്ങൾ ഫലിച്ചതോ എന്നറിയില്ല. ശരവണ ഭവൻ റെസ്റ്റോറൻറ്റ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു. ശുദ്ധവും അതീവ രുചികരമായ സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഭക്ഷണം നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ പ്രേമികൾക്ക് വളരെ പ്രിയപ്പെട്ടതായി മാറി. പണവും പ്രശസ്തിയും വർദ്ധിച്ചു. എന്നാൽ പതിയെ പതിയെ കഥയുടെ ഗതി മാറാൻ തുടങ്ങുകയാണ്. ചെന്നൈയിൽ നിന്നും ഏതാണ്ട് 400 കിലോമീറ്റർ അകലെ ദേവാരണ്യം എന്ന ചെറിയൊരു ഗ്രാമമുണ്ട്. അവിടെ ജീവ ജ്യോതി എന്ന ചെറിയൊരു പെൺകുട്ടിയും അവളുടെ ഒരു സഹോദരനും അവളുടെ അച്ഛനും അമ്മയുമായി താമസിച്ചു വരികയായിരുന്നു. ജീവജ്യോതിയുടെ അച്ഛൻ്റെ ബിസിനസ് തകർന്നതുമൂലം അദ്ദേഹത്തിന് 3 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഈ വായ്പ അടയ്ക്കുന്നതിനും തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിനും അദ്ദേഹത്തിന് ഒരു ജോലി അത്യാവശ്യമായിരുന്നു. ആയതിനാൽ തന്നെ ഒരു ജോലി അന്വേഷിച്ച് ആ ജീവജ്യോതി എന്ന പെൺകുട്ടിയുടെ അച്ഛൻ രാമസ്വാമി ചെന്നൈയിലേക്ക് എത്തുകയാണ്. ചെന്നൈയിലുടനീളം ഒരു ജോലിക്കായി അലഞ്ഞുതിരിഞ്ഞ അദ്ദേഹത്തിന് ഒടുവിൽ ചെന്നൈയിലെ KK നഗർ ശാഖയിലെ ശരവണ ഭവൻ എന്ന റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടുന്നു. അതിനുശേഷം ജീവജ്യോതി എന്ന തൻ്റെ മകളടങ്ങുന്ന കുടുംബത്തെയും അദ്ദേഹം ചെന്നൈയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം ആ കുടുംബത്തിൻ്റെ ജീവിതം മുഴുവനായി മാറാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ജീവജ്യോതിയുടെ അച്ഛൻ രാമസ്വാമി ആ ശരവണ ഭവൻ റെസ്റ്റോറൻറ്റിൽ അസിസ്റ്റൻ്റ് മാനേജറായി ഉയർന്നു. റെസ്റ്റോറൻറ്റിന് സമീപം കമ്പനി വക ഒരു വീട് കൂടി സൗജന്യ വാടകയ്ക്ക് കിട്ടി. വർഷങ്ങൾ കടന്നു പോകുന്തോറും ആ കുടുംബത്തിൻ്റെ ജീവിതവും മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ജീവജ്യോതി എന്ന പെൺകുട്ടിക്ക് 15 വയസ്സായി. സ്കൂളിൽ പഠിക്കുന്ന അവളുടെ ഇളയ സഹോദരൻ മാത്സ് വിഷയത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. ആയതിനാൽ മാതാപിതാക്കൾ അവനെ മാത്സ് പഠിപ്പിക്കുന്നതിനായി പ്രിൻസ് ശാന്തകുമാർ എന്ന ചെറുപ്പക്കാരനെ ട്യൂഷൻ അധ്യാപകനായി ഏർപ്പെടുത്തുകയാണ്. ഇതോടെ അവൻ്റെ മാത്സ് വിഷയത്തിലുള്ള മാർക്ക് മെച്ചപ്പെട്ടു തുടങ്ങി. എല്ലാ ദിവസവും വീട്ടിൽ സഹോദരന് ട്യൂഷൻ എടുക്കാൻ വരുന്ന പ്രിൻസ് ശാന്തകുമാറുമായി സംസാരിച്ചും ഇടപഴകിയും പതിയെ പതിയെ ജീവജ്യോതിയും മാത്സ് പഠിപ്പിക്കാനെത്തിയ ട്യൂഷൻ അധ്യാപകനായ പ്രിൻസ് ശാന്തകുമാറുമായി അടുപ്പത്തിലാവുകയും ചെയ്യുന്നു. ശരവണ ഭവൻ റെസ്റ്റോറൻറ്റിൻ്റെ ശൃംഖല ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ജോത്സ്യൻ രാജഗോപാലിനോട് മൂന്നാമതൊരു വിവാഹം കഴിക്കാൻ കൂടി നിർദ്ദേശിക്കുന്നു.
മൂന്നാമത്തെ വിവാഹം കഴിച്ചാൽ രാജ്യമൊട്ടാകെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരിൽ ഒരാളായി അറിയപ്പെടും എന്നായിരുന്നു ആ ഉപദേശം. അങ്ങനെ ഇരിക്കെയാണ് ശരവണ ഭവൻ റെസ്റ്റോറൻറ്റിൽ അസിസ്റ്റൻ്റ് മാനേജരായി വർക്ക് ചെയ്യുന്ന ജീവാജ്യോതിയുടെ അച്ഛൻ രാമസ്വാമി ജീവാജ്യോതിക്ക് 18 വയസ്സ് തികയുന്ന ഫംഗ്ഷനിലേക്ക് സമൂഹത്തിലെ വലിയ മനുഷ്യനും തൻ്റെ മുതലാളിയും എന്ന നിലയിൽ ക്ഷണിക്കുന്നതിനും ആശീർവദിക്കുന്നതിനുമായി മകൾ ജീവാജ്യോതിയോടൊപ്പം രാജഗോപാലിനെ പോയി കാണുന്നു. രാജഗോപാൽ തൻ്റെ റെസ്റ്റോറൻറ്റിലെ അസിസ്റ്റൻ്റ് മാനേജറായ രാമസ്വാമിയുടെ മകൾ ജീവാജ്യോതിയെ മുമ്പ് പലതവണ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും 17 കഴിഞ്ഞ പ്രായത്തിൽ തുളുമ്പി നിൽക്കുന്ന യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ ജീവാജ്യോതിയെ കണ്ടപ്പോൾ രാജഗോപാലിൻ്റെ മനസ്സ് തൻ്റെ മൂന്നാമത്തെ ഭാര്യ ഇവൾ തന്നെ ആയിരിക്കണമെന്ന ആഗ്രഹമാണ് ഉദിച്ചത്. 51 വയസ്സ് പിന്നിട്ട ആ പ്രായത്തിൽ 18 വയസ്സുകാരിയെ ഒരു മകളെ പോലെ കാണേണ്ടതിനു പകരം അവളെ സ്വന്തമാക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹം ഉദിച്ചത്. തുടർന്ന് വലിയ കെയറും സ്നേഹവും അദ്ദേഹം രാമസ്വാമിയുടെ കുടുംബത്തോട് കാണിക്കാൻ തുടങ്ങി. രാജഗോപാൽ ജീവജ്യോതിയുടെ കാര്യത്തിലും പതിയെ പതിയെ ഇടപെടാൻ തുടങ്ങി. ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ ചെറുപ്പക്കാരനായ ട്യൂഷൻ മാഷ് വന്നു പോകുന്നത് അത്ര നല്ലതല്ലെന്നും ആയതിനാൽ പ്രിൻസ് ശാന്തകുമാർ എന്ന ട്യൂഷൻ മാഷെ പിരിച്ചുവിടാനും രാജഗോപാൽ ഉപദേശിച്ചു. എന്നാൽ കുടുംബം അതനുസരിച്ചില്ല. പ്രിൻസ് ശാന്തകുമാർ ജീവജ്യോതിയുടെ സഹോദരന് ട്യൂഷൻ എടുക്കുന്നത് തുടർന്നു. എന്നാൽ അധികം താമസിക്കാതെ തന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം നടക്കുകയാണ്. പ്രിൻസ് ശാന്തകുമാറും ജീവാജ്യോതിയും പരസ്പരം ഇഷ്ടത്തിലാണെന്ന് അവളുടെ വീട്ടുകാർ അറിയുന്നു. എന്നാൽ പ്രിൻസ് ശാന്തകുമാർ ക്രിസ്ത്യനായിരുന്നതിനാൽ അവളുടെ വീട്ടിൽ ആ ബന്ധം എതിർത്തു. അതിനെ തുടർന്ന് 1998 തന്നെ പ്രിൻസ് ശാന്തകുമാറും ജീവാജ്യോതിയും ഒളിച്ചോടി കല്യാണം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം വീട്ടുകാർ ആ ബന്ധം അക്സെപ്റ്റ് ചെയ്യുകയും വീട്ടുകാർ മുറപ്പടി കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തു. ഈ കല്യാണ ചടങ്ങിലും ശരവണ ഭവൻ ഓണർ രാജഗോപാലിനെ ക്ഷണിച്ചിരുന്നു. എന്നാൽ എല്ലാ കാര്യത്തിലും ചിരിച്ചുകൊണ്ട് പങ്കെടുക്കുമെങ്കിലും രാജഗോപാലിൻ്റെ മനസ്സിൽ ജീവാജ്യോതി ഉണ്ടായിരുന്നു. അധികം താമസിക്കാതെ ജീവാജ്യോതിയുടെ അച്ഛൻ രാമസ്വാമി മറ്റൊരു ജോലിക്കായി മലേഷ്യയിലേക്ക് പോയി. ഈ അവസരം മുതലാക്കി ശരവണ ഭവൻ ഓണർ രാജഗോപാൽ ജീവാജ്യോതിയുടെ അമ്മയുമായി സൗഹൃദ ബന്ധം പുലർത്തി. അങ്ങനെയിരിക്കെ 2001 ജീവാജ്യോതിയും ഭർത്താവ് പ്രിൻസ് ശാന്തകുമാറും ചേർന്ന് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ തീരുമാനിച്ചു. പണമില്ലാത്തതിനാൽ അവർ അമ്മയുടെ സഹായം തേടി. അമ്മയാകട്ടെ രാജഗോപാലിൻ്റെ അടുത്തേക്ക്. ഈ വാർത്ത കേട്ട രാജഗോപാൽ സന്തോഷിച്ചു. കാരണം ജീവാജ്യോതിയുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ പറ്റിയ അവസരമാണ്. അവളെ എങ്ങനെയും തൻ്റെ മൂന്നാമത്തെ ഭാര്യയാക്കണം എന്ന ആഗ്രഹം അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ജീവാജ്യോതിയോട് കൂടുതൽ സംസാരിക്കാനും ഇടപഴകാനും ഒരു സാഹചര്യമുണ്ടാക്കാൻ ഒരു അവസരമായി പണം ഞാൻ തരാം, പക്ഷേ 5 വെള്ളിയാഴ്ചകൾ തുടർച്ചയായി ചെന്നൈയിൽ നിന്നും ഏതാണ്ട് 150 കിലോമീറ്റർ അകലെയുള്ള വെല്ലൂരിലുള്ള തൻ്റെ ഗുരുക്കന്മാരുടെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരണമെന്ന് അദ്ദേഹം നിബന്ധന വച്ചു. പണം ആവശ്യമായിരുന്നതിനാൽ നിവൃത്തിയില്ലാതെ ജീവജ്യോതി അത് സമ്മതിച്ചു. 5-ാമത്തെ ആഴ്ച അദ്ദേഹം 5 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. ഈ പണം കൊണ്ട് 2001 ഓഗസ്റ്റ് 23 പ്രിൻസ് ശാന്തകുമാറും ജീവാജ്യോതിയും അവരുടെ ട്രാവൽ ഏജൻസി തുടങ്ങി. ഏജൻസിയുടെ ഉദ്ഘാടനം നടത്തിയതും രാജഗോപാലിനെ കൊണ്ട് തന്നെയായിരുന്നു. അവരുടെ മനസ്സിൽ രാജഗോപാൽ തങ്ങൾക്ക് സഹായവും ഉപകാരവും ചെയ്യുന്ന വലിയ മനുഷ്യൻ എന്ന ബഹുമാനമുണ്ടായിരുന്നു. ഈ അവസരം മുതലാക്കിക്കൊണ്ട് രാജഗോപാൽ ജീവജ്യോതിയെ പിന്തുടരാനും തുടങ്ങി. വില കൂടിയ സമ്മാനങ്ങൾ നൽകി. നിരന്തരം ഫോൺ ചെയ്തു. സമ്മാനങ്ങൾ നിരസിക്കുമ്പോൾ അദ്ദേഹം അത് നിർബന്ധിച്ച് നൽകുമായിരുന്നു. 50 വയസ്സിലേറെ പ്രായമുള്ള രാജഗോപാലിന് തന്നോട് ഒരു മുത്തശ്ശൻ്റെ സ്നേഹവാത്സല്യങ്ങളായിരിക്കും എന്നായിരുന്നു ജീവജ്യോതി ആദ്യം കരുതിയിരുന്നത്. ഒരിക്കൽ ജീവജ്യോതി അസുഖം ബാധിച്ച് ആശുപത്രിയിലായി. വിവരമറിഞ്ഞ രാജഗോപാൽ തൻ്റെ ഡോക്ടറുമായി എത്തി അവളെ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് മറ്റൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നിട്ട് അവളുടെ ചികിത്സാ ചെലവും മറ്റു ബില്ലുകളും എല്ലാം രാജഗോപാൽ തന്നെ പേ ചെയ്യുന്നു. എല്ലാ കാര്യത്തിലും വളരെ കെയർ നൽകുന്നു. അതിനുശേഷം ചില സംശയങ്ങൾ ഉള്ള പോലെ ഭാവത്തിൽ ജീവാജ്യോതിയോട് ചില കാര്യങ്ങൾ പറയുന്നു. നിങ്ങളുടെ ഭർത്താവിനെയും ചില ടെസ്റ്റുകൾ ചെയ്തു നോക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതിനായി അദ്ദേഹത്തെ രാജ എന്ന ഡോക്ടറെ പോയി കാണണം എന്ന് പറയുന്നു. എന്നാൽ ആ ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളെല്ലാം HIV ടെസ്റ്റുകളെക്കുറിച്ചൊക്കെയാണ്. ആയതിനാൽ തന്നെ പ്രിൻസ് ശാന്തകുമാർ അത്തരം ടെസ്റ്റുകൾക്ക് വിധേയമാകാൻ നിൽക്കാതെ തിരികെ തൻ്റെ ഭാര്യയായ ജീവജ്യോതിയോട് വന്ന് കാര്യം പറയുന്നു.
അവർ HIV ടെസ്റ്റിന് വിധേയമാക്കാൻ നിർബന്ധിച്ചുവെന്നും എന്നാൽ താൻ അതിന് തയ്യാറായില്ല എന്നും. യഥാർത്ഥത്തിൽ ഈ HIV ടെസ്റ്റ് രാജഗോപാൽ അവിടെ ഒരു ഡോക്ടറിനെ ഉപയോഗിച്ച് നടത്തിയ ഡ്രാമയായിരുന്നു. ജീവജ്യോതിയുടെ മുന്നിൽ ഭർത്താവ് പ്രിൻസ് ശാന്തകുമാർ പരസ്ത്രീ ബന്ധമുള്ള ഒരു മോശക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അത്. മാത്രമല്ല, പ്രിൻസ് ശാന്തകുമാറിനെ ജീവജ്യോതിയുടെ മുന്നിൽ മോശക്കാരനാക്കാൻ രാജഗോപാൽ പല വഴികളും നോക്കി. ജീവജ്യോതിക്ക് വില കൂടിയ സമ്മാനങ്ങളും ആഭരണങ്ങളും നൽകി വശത്താക്കാൻ ശ്രമിച്ചു. കൂടാതെ പ്രിൻസ് ശാന്തകുമാറിന് മറ്റ് അസുഖങ്ങളുണ്ടെന്നും ജീവജ്യോതിയെ സിനിമയിൽ അഭിനയിപ്പിച്ച് പണം സമ്പാദിക്കാനാണ് പ്രിൻസ് ശാന്തകുമാർ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. എന്നാൽ പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും കല്യാണം കഴിച്ച അവർക്ക് ഇതൊക്കെ വെറും കള്ളത്തരമാണെന്നും എന്തോ ചതി ഇതിനു പിറകിൽ ഉണ്ടെന്നും മനസ്സിലാകുന്നു. പിന്നെ പതിയെ ഈ വിഷയം വഷളാകാൻ തുടങ്ങുന്നു. ശരവണഭവൻ്റെ മുതലാളി രാജഗോപാൽ തൻ്റെ വിശ്വസ്തനും വലം കൈയുമായ ഡാനിയൽ എന്ന വ്യക്തിയെ കൊണ്ട് രാജഗോപാൽ പ്രിൻസ് ശാന്തകുമാറിനെ ഭീഷണിപ്പെടുത്തുന്നു. ഡാനിയൽ പ്രിൻസ് ശാന്തകുമാറിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. രാജഗോപാൽ സാർ ജീവജ്യോതിയെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യയാക്കാൻ താല്പര്യപ്പെടുന്നു. ആയതിനാൽ താൻ അവളെ ഉപേക്ഷിച്ചു പോകണം എന്നായിരുന്നു ആ ഭീഷണി. ഇതറിഞ്ഞ ജീവജ്യോതി വളരെയധികം ഞെട്ടിപ്പോയി. സമൂഹത്തിൽ ഉന്നതനും തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഈ വ്യക്തി തന്നോട് കാണിച്ചിരുന്ന സ്നേഹം അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫിൻ്റെ മകൾ എന്നതിലുപരി തന്നെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യയാക്കാൻ വേണ്ടിയായിരുന്നു എന്നറിഞ്ഞതോടെ ജീവജ്യോതി രാജഗോപാലിൻ്റെ സമ്പർക്കത്തിൽ നിന്നും അകന്നു നിൽക്കാൻ തുടങ്ങി. രാജഗോപാൽ ഫോൺ വിളിക്കുമ്പോൾ അധികം സംസാരിക്കാതിരിക്കുക, കാൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, കാൾ കട്ട് ചെയ്യുക. അങ്ങനെ ആയപ്പോൾ രാജഗോപാലിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. രാജഗോപാൽ പാതിരാത്രിയിൽ അവളുടെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കി. നീ എൻ്റെ ഫോൺ എടുക്കുന്നില്ലേ? എന്നോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ലേ? ആയിരക്കണക്കിന് ആളുകൾ എന്നോട് സംസാരിക്കാൻ കാത്തു നിൽക്കുമ്പോഴാണ് നീ ഫോൺ കട്ട് ചെയ്യുന്നത് എന്നയാൾ അവളോട് ഉച്ചത്തിൽ ദേഷ്യപ്പെട്ടു. അപ്പോൾ ജീവജ്യോതി പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചെന്നൈയിലെ എല്ലാ പോലീസുകാരും എൻ്റെ പോക്കറ്റിലാണ്. പട്ടിക്ക് ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഞാൻ അവർക്ക് പണം കൊടുക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ചെന്നൈയിൽ തന്നെ ഇനി നിന്നാൽ സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് മനസ്സിലായതോടെ രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ പ്രിൻസ് ശാന്തകുമാറും ജീവജ്യോതിയും നാടുവിടാൻ തീരുമാനിച്ചു. എന്നാൽ ജീവജ്യോതി എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു എന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ രാജഗോപാലിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ യാത്രാമധ്യേ അവർ പിടിക്കപ്പെടുന്നു. അവരെ അശോക് നഗറിലെ ഒരു ഗോഡൌണിൽ പൂട്ടിയിട്ടു. രാജഗോപാൽ വന്ന് പ്രിൻസ് ശാന്തകുമാറിനെ ക്രൂരമായി മർദ്ദിച്ചു. നിനക്ക് ഇവളെ എൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനാകുമോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. നിങ്ങൾ ചോദിച്ചതെല്ലാം ഞാൻ തന്നു, ഇനിയും തരാം. ഇവൾ എൻ്റെ മൂന്നാമത്തെ ഭാര്യയാകുന്നതിൽ എന്തിനാണ് ഭയക്കുന്നത്? എൻ്റെ രണ്ടാമത്തെ ഭാര്യയെ നോക്കൂ. എന്നെ വിവാഹം കഴിക്കാൻ ആദ്യം അവൾ തയ്യാറാകാത്തവളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾക്ക് ബംഗ്ലാവ് പോലൊരു വീട്, മറ്റെല്ലാ സൗകര്യങ്ങളുമുണ്ട്. ജീവജ്യോതി എൻ്റെ മൂന്നാമത്തെ ഭാര്യയായാൽ അവൾക്ക് വലിയ സൗകര്യങ്ങളോടെ ജീവിക്കാൻ കഴിയും. അതിനാൽ പ്രിൻസ് ശാന്തകുമാർ അവളെ ഉപേക്ഷിച്ചു പോകണം എന്നതായിരുന്നു രാജഗോപാലിൻ്റെ ആവശ്യവും ഭീഷണിയും. രാജഗോപാൽ ഇത്രയും ഗൗരവത്തോടെ ജീവജ്യോതി തന്നെ തൻ്റെ മൂന്നാമത്തെ ഭാര്യയായി വരണം എന്ന് കടമ്പിടുത്തം പിടിക്കാൻ കാരണം ഇതിനിടയിൽ ജീവജ്യോതിയുടെ ജന്മനക്ഷത്രമൊക്കെ ജോത്സ്യന് നൽകി പരിശോധിച്ചപ്പോൾ രാജഗോപാലിൻ്റെ മൂന്നാമത്തെ ഭാര്യയായി ജീവജ്യോതി തന്നെയാണ് കെങ്കേമമെന്നും അവൾ ഭാര്യയായി ജീവിതത്തിൽ വന്നാൽ രാജ്യമെമ്പാടും അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാകും എന്ന ജോത്സ്യൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു അതിനു പിന്നിൽ. എന്നാൽ ഈ മർദ്ദനവും ഭീഷണിയുമെല്ലാം രാജഗോപാലിൻ്റെ വലം കൈയും വിശ്വസ്തനുമായ ഡാനിയേൽ കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. സ്നേഹിച്ച് കല്യാണം കഴിച്ച് പുതിയൊരു കുടുംബജീവിതം ആരംഭിച്ച ഒരു യുവാവിനും യുവതിക്കും ഇത്തരത്തിൽ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി. ചെന്നൈ വിട്ടുപോകാൻ കഴിയാത്ത ചെന്നൈയിൽ തന്നെ താമസിക്കേണ്ടി വരുന്ന പ്രിൻസ് ശാന്തകുമാറും ജീവജ്യോതിയോടും ഡാനിയേൽ രഹസ്യമായി ഒരു ഉപദേശം നൽകുന്നു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്നും തന്നെ പോകാതെ നേരെ കമ്മീഷണർ ഓഫീസിൽ പോയി രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യയാകാൻ തന്നെ നിർബന്ധിക്കുകയും അതേ തുടർന്നുള്ള ഭീഷണിയും മർദ്ദനവും ഉണ്ടാകുന്നു എന്ന് പരാതി കൊടുക്കാൻ ഡാനിയേൽ ഉപദേശിച്ചു. താൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് മറ്റാരോടും പറയരുത് എന്നും ഡാനിയേൽ അവരോട് പറഞ്ഞു. ഒരു പോലീസ് കേസൊക്കെ വരുമ്പോൾ രാജഗോപാൽ ജീവജ്യോതിയോടുള്ള മോഹം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു ഡാനിയേൽ അങ്ങനെ പറഞ്ഞത്.
അവർ അതുപോലെ കമ്മീഷണർ ഓഫീസിൽ പോയി പരാതി കൊടുത്തു. എന്നാൽ ഇന്ത്യയിലാകമാനം ശരവണ ഭവൻ എന്ന റെസ്റ്റോറൻറ്റ് ശൃംഖലയുടെ മുതലാളിയായ രാജഗോപാലിനെതിരെ നടപടിയുണ്ടായില്ല. പകരം പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ച് ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചതായി ഇൻക്വയർ മാത്രമാണ് ചെയ്തത്. ഇത്തരത്തിൽ തനിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കാൻ മുതിർന്നതിൽ വളരെയധികം ദേഷ്യം കൊണ്ട രാജഗോപാൽ തൻ്റെ വിശ്വസ്തനും വലങ്കയ്യുമായ ഡാനിയലിനോട് പ്രിൻസ് ശാന്തകുമാറിനെ കൊന്നുകളയാൻ പറയുന്നു. അതിനുവേണ്ടി ഒപ്പം നിൽക്കുന്നവരുടെ ചിലവിനായി 5 ലക്ഷം രൂപയും ഡാനിയലിന് രാജഗോപാൽ നൽകുന്നു. അങ്ങനെ ഡാനിയൽ പ്രിൻസ് ശാന്തകുമാറിനെ ഫോണിൽ വിളിച്ച് ചെന്നൈ പോണ്ടിച്ചേരി ഹൈവേക്കടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വരാൻ പറയുന്നു. അങ്ങനെ പ്രിൻസ് ശാന്തകുമാർ അവിടേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട, താൻ കൂടി വരാമെന്ന് പറഞ്ഞ് ജീവ ജ്യോതിയും കൂടി പ്രിൻസ് ശാന്തകുമാറിനൊപ്പം കാറിൽ അവിടേക്ക് പോകുന്നു. അവർ അവിടെ എത്തി അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു ടാറ്റ സുമോയിലും 2 അംബാസഡർ കാറിലുമായി ഡാനിയലും രാജഗോപാലും മറ്റു കുറച്ച് ആൾക്കാരുമായി അവിടെ എത്തുന്നു. എന്നാൽ അവിടെ ജീവജ്യോതി കൂടി വരുമെന്ന് രാജഗോപാൽ ഒട്ടും തന്നെ കരുതിയിരുന്നില്ല. ജീവജ്യോതിയെ കണ്ടതോടെ രാജഗോപാൽ അവളോട് വീണ്ടും വളരെ സോഫ്റ്റായി സംസാരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവളോട് സമയദോഷമൊക്കെ മാറാൻ ചെങ്കൽപ്പേട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെ ഒരു കാറിൽ കയറ്റുന്നു. എന്നാൽ പ്രിൻസ് ശാന്തകുമാറിനെ ഡാനിയൽ, തമിഴ് സെൽവൻ എന്നിങ്ങനെ 4-5 പേരുള്ള മറ്റൊരു കാറിലേക്കും കയറ്റുന്നു. ചെങ്കൽപ്പേട്ടിലേക്കുള്ള പോകുന്ന വഴിയിൽ പ്രിൻസ് ശാന്തകുമാറിനെ കയറ്റിയ ഡാനിയലിൻ്റെ കാർ വഴിമാറ്റി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പ്രിൻസ് ശാന്തകുമാറിനെ കൊന്നുകളയുക എന്നതായിരുന്നു ഡാനിയലിന് രാജഗോപാൽ നൽകിയ അസൈൻമെൻറ്റ്. എന്നാൽ ഡാനിയലിന് പ്രിൻസ് ശാന്തകുമാർ എന്ന ആ ചെറുപ്പക്കാരനെ കൊല്ലാനുള്ള മനസ്സ് തോന്നിയില്ല. ഡാനിയൽ അവനോട് പറഞ്ഞു, നിന്നെ കൊല്ലാനാണ് അണ്ണാച്ചി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അതിനാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. ജീവജ്യോതി നിന്നോടൊപ്പം അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അണ്ണാച്ചിയുടെ മുന്നിൽ വച്ച് തന്നെ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ നിന്നെ തീർക്കുമായിരുന്നു. പക്ഷേ എനിക്ക് നിന്നെ കൊല്ലാൻ തോന്നുന്നില്ല. നിനക്ക് നിൻ്റെ ഭാര്യയോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ അണ്ണാച്ചി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകും. ജീവജ്യോതിയെ അണ്ണാച്ചി തൻ്റെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതിനാൽ അദ്ദേഹം അവളെ നേടിയെടുക്കുന്നതുവരെ അതിൽ നിന്ന് പിന്മാറില്ല. നിനക്ക് നിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും നീ ഡൽഹിക്കോ ബോംബെക്കോ പോകണം. പിന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. നിന്നെ കൊന്നുകളഞ്ഞു എന്ന് ഞാൻ അണ്ണാച്ചിയോട് കള്ളം പറയാം. ഇത്തരത്തിൽ ഡാനിയൽ പ്രിൻസ് ശാന്തകുമാറിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയ ശേഷം പോകുന്നു. എന്നാൽ പിന്നീട് ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, പ്രിൻസ് ശാന്തകുമാർ അന്ന് വൈകുന്നേരം ഫോണിൽ ജീവജ്യോതിയെ വിളിച്ച് ഭയത്തോടെയും ഗൗരവത്തോടെയും ആ കാര്യം ജീവജ്യോതിയോട് പറയുന്നു. അണ്ണാച്ചി രാജഗോപാൽ എന്നെ കൊല്ലുന്നതിനായി ഡാനിയലിനെ ഏർപ്പാട് ചെയ്തിരുന്നു. എന്നെ അതിനാണ് കൊണ്ടുപോയത്. എന്നാൽ ഡാനിയലിന് മനസ്സലിവ് തോന്നിയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കൊല്ലാത്തത്. പക്ഷേ ഇനി ഒരിക്കലും ചെന്നൈയിലേക്ക് വരരുത് എന്നാണ് എന്നോട് ഡാനിയൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ ജീവജ്യോതി പ്രിൻസ് ശാന്തകുമാറിനോട് മറീന ബീച്ചിലേക്ക് വരാൻ പറയുന്നു. അവിടെ വച്ച് അവർ ഒരു തീരുമാനമെടുക്കുന്നു. നേരെ അണ്ണാച്ചി രാജഗോപാലിൻ്റെ അടുത്ത് പോയി കാലിൽ വീണ് കേസ് കൊടുത്തതിന് മാപ്പ് പറഞ്ഞ് തങ്ങളെ കുടുംബമായി സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കാം എന്ന് തീരുമാനിക്കുന്നു. മനസ്സലിവ് തോന്നി അണ്ണാച്ചി നമ്മളെ വെറുതെ വിടും എന്നൊരു പ്രതീക്ഷയിൽ അവർ രണ്ടുപേരും കൂടി KK നഗറിലെ ശരവണ ഭവൻ്റെ മെയിൻ ഓഫീസിലേക്ക് പോകുന്നു. അവർ രണ്ടുപേരും രാജഗോപാലിൻ്റെ കാലിൽ വീണ് അപേക്ഷിക്കുന്നു. എന്നാൽ രാജഗോപാൽ ഇതൊന്നും കാര്യമാക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടക്കാൻ കഴിയാത്ത ദേഷ്യമുണ്ടാകുന്നുണ്ട്. കാരണം പ്രിൻസ് ശാന്തകുമാർ ഇല്ലാണ്ടായാൽ വിധവയാകുന്ന ജീവജ്യോതിയെ എങ്ങനെയും തൻ്റെ വരുതിയിലാക്കി തൻ്റെ 3ാമത്തെ ഭാര്യയാക്കാം എന്ന് മനസ്സിൽ സ്വപ്നം കണ്ടിരിക്കുകയാണ് അവർ ഇരുവരും ചേർന്ന് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. പ്രിൻസ് ശാന്തകുമാറിനെ കൊല്ലാൻ ഡാനിയലിന് 5 ലക്ഷം രൂപ നൽകി ഏർപ്പാട് ചെയ്തിരുന്നതാണ്. പക്ഷേ പ്രിൻസ് ശാന്തകുമാർ ഇവിടെ ജീവനോടെ കൺമുന്നിലിരിക്കുന്നു. അവരെ രണ്ടുപേരെയും ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷം രാജഗോപാൽ ഡാനിയലിനെ വിളിച്ചു വരുത്തുന്നു. ഞാൻ തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി എന്ന് ചോദിക്കുന്നു. അവനെ റെയിൽവേ ട്രാക്കിലിട്ട് കൊന്നു എന്നായിരുന്നു ഡാനിയലിൻ്റെ മറുപടി. കലിപൂണ്ട് നിന്ന രാജഗോപാൽ അപ്പോൾ ഇതാര്, അവൻ്റെ പ്രേതമാണോ എന്ന് ചോദിച്ചുകൊണ്ട് മുറിയിൽ പൂട്ടിയിട്ടിരുന്ന പ്രിൻസ് ശാന്തകുമാറിനെ വലിച്ചഴിച്ച് ഡാനിയലിൻ്റെ മുന്നിലേക്ക് കൊണ്ടിടുന്നു. ഡാനിയലിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി ശകാരിക്കുന്നു.
മറ്റൊരുത്തിൻ്റെ കുടുംബത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജഗോപാലിനെതിരെ ഡാനിയലിന് കടുത്ത ദേഷ്യം വന്നുവെങ്കിലും താൻ ഉപദേശിച്ചു വിട്ടിട്ടും തിരികെ വന്ന പ്രിൻസ് ശാന്തകുമാറിനോട് ഇത്തവണ ഡാനിയേൽ ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല. തൻ്റെ ദേഷ്യം മുഴുവൻ പ്രിൻസ് ശാന്തകുമാറിൽ തീർത്തു. ഡാനിയേലും സംഘവും ചേർന്ന് പ്രിൻസ് ശാന്തകുമാറിനെ ജീവാജ്യോതിയുടെ മുന്നിൽ വച്ച് പൊരുതെ തല്ലി. എന്നിട്ടവർ പ്രിൻസ് ശാന്തകുമാറിനെയും ജീവാജ്യോതിയും ഒരു വണ്ടിയിൽ കയറ്റുന്നു. രാജഗോപാലിൻ്റെ നേതൃത്വത്തിൽ അവരെ നേരെ തിരുനെൽവേലിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആര്യസ് ഹോട്ടലിൽ ഒരു റൂമെടുത്ത് തങ്ങിയ ശേഷം അവിടെ നിന്ന് നേരെ തിരുച്ചെന്നൂരിലെ ഒരു മുരുകക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് തൊഴുത് പൂജകളൊക്കെ ചെയ്ത് വീണ്ടും തിരുനെൽവേലിയിലെ ആര്യസ് ഹോട്ടലിലേക്ക് വരുന്നു. അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ, അതായത് 2001 ഒക്ടോബർ 26 രാവിലെ ആര്യസ് ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അണ്ണാച്ചി തന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് തമിഴ്ചെൽവൻ എന്ന ഒരു വ്യക്തി പ്രിൻസ് ശാന്തകുമാറിനെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഡാനിയേൽ, കാർമേഘം, ഉസൈൻ, തമിഴ്ചെൽവൻ, കാശി വിശ്വനാഥൻ, സേതു, മുരുകാനന്ദം, പട്ടുരാജൻ എന്നിങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ പ്രിൻസ് ശാന്തകുമാറിനെ ഒരു കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇതായിരുന്നു ജീവാജ്യോതി പ്രിൻസ് ശാന്തകുമാറിനെ ജീവനോടെ അവസാനമായി കണ്ട നിമിഷം. ഒരാഴ്ച ആയിട്ടും തൻ്റെ ഭർത്താവ് പ്രിൻസ് ശാന്തകുമാറിനെ കാണാതായപ്പോൾ നവംബർ 6 പോലീസിൽ പരാതി നൽകുന്നു. ഈ കേസ് അന്വേഷിക്കുന്നത് ദേവശിഖാമണി എന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പ്രിൻസ് ശാന്തകുമാർ കാണാതായതിനു പിന്നിൽ ആരൊക്കെയാണെന്നും ജീവാജ്യോതി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കൊടൈക്കനാലിൽ നിന്ന് ഒരു അജ്ഞാത മൃതദേഹം കിട്ടിയതായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നു. ഈ മൃതദേഹം പ്രിൻസ് ശാന്തകുമാറിൻ്റേതാണെന്ന് ജീവാജ്യോതി കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ ഡാനിയേലും കൂട്ടരും കുറ്റം സമ്മതിച്ചു. അണ്ണാച്ചി രാജഗോപാൽ പറഞ്ഞിട്ടായിരുന്നു പ്രിൻസ് ശാന്തകുമാറിനെ തോർത്തുകൊണ്ട് കഴുത്ത് നെരിച്ച് കൊന്ന് കൊടൈക്കനാലിലെ പെരുമാൾ മലയിലെ വനപ്രദേശത്തേക്ക് ഉപേക്ഷിച്ചതെന്ന് അവർ മൊഴി നൽകി. ശരവണ ഭവൻ ബിസിനസ് ഇന്ത്യക്ക് പുറത്തും ലോകമെമ്പാടും വളരുമ്പോഴും കോടതിയിൽ വിചാരണ നടക്കുകയായിരുന്നു. രാജഗോപാൽ പണം കൊടുത്ത് കേസ് ഒതുക്കാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും ജീവാജ്യോതി നൽകിയ തെളിവുകൾ രാജഗോപാലിനെതിരെ ശക്തമായിരുന്നു. 2004 കീഴ്ക്കോടതി രാജഗോപാലിന് 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ ഇതൊരു കൊലപാതകമായി കണക്കാക്കാതെ വധശ്രമത്തിനായിരുന്നു ആ ശിക്ഷ വിധിച്ചത്. പോലീസ് ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 2009 ഹൈക്കോടതി ഇത് കൊലപാതകമായി വിധിക്കുകയും ജീവപര്യന്തം ശിക്ഷയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. രാജഗോപാൽ സുപ്രീം കോടതിയിൽ പോയി ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ജാമ്യം നേടി. അതിനുശേഷം ശിക്ഷ ഇളവ് ചെയ്യാൻ വീണ്ടും അപ്പീൽ ചെയ്തു. അതിൻ്റെ വിധി വരാൻ വീണ്ടും 10 വർഷമെടുത്തു. ഒടുവിൽ 2019 മാർച്ച് 29 സുപ്രീം കോടതി ഹൈക്കോടതി വിധിച്ച ജീവപര്യന്തം ശരിവച്ചു. രാജഗോപാലിനെ 2019 ജൂലൈ 9 ജയിലിൽ അടച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിന് 72 വയസ്സ് പിന്നിട്ടതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജയിലിലടച്ച് 3 ദിവസം കഴിഞ്ഞ് ജൂലൈ 13 അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ കൂടിയതിനാൽ വിജയ നഴ്സിംഗ് ഹോം എന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ജൂലൈ 18 ആ ഹോസ്പിറ്റലിൽ കിടക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു ശരവണ ഭവൻ റെസ്റ്റോറൻ്റ് ഉടമ രാജഗോപാലിൻ്റെ അന്ത്യം. ശരവണ ഭവൻ എന്ന സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചരിത്രത്താളുകളിൽ ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത ചോരപ്പാടുകളുമുണ്ട്. പണത്തിനും സ്വാധീനത്തിനും നിയമത്തെ കുറച്ചു നാളത്തേക്ക് മാത്രമേ കണ്ണുകെട്ടി നിർത്താൻ കഴിയൂ എന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിൻസ് ശാന്തകുമാറിൻ്റെ ജീവൻ തിരിച്ചു കിട്ടില്ലായിരിക്കാം. പക്ഷേ ജീവജ്യോതി നടത്തിയ ആ ധീരമായ നിയമ പോരാട്ടം അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഓരോരുത്തർക്കും ഇന്നും ഒരു പ്രചോദനമാണ്. നീതി വൈകിയാലും അത് നടപ്പിലാക്കാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നിഗൂഢതകൾ നിറഞ്ഞതും കൗതുകമുണർത്തുന്നതും ചരിത്രപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.